ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇന്നലെ രഞ്ജിനിയും അഗ്നിപരീക്ഷയുടെ ഭാഗമായിട്ട് വന്ന ഒരു കണ്ടസ്റ്റൻറ്റും തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? പൂജ എന്നൊരു കണ്ടസ്റ്റൻറ്റ് കരഞ്ഞതുകൊണ്ട് മാത്രമാണ് 20 പേരുടെ കൂട്ടത്തിലേക്ക് അവരെ കടത്തിവിട്ടുന്നതെന്നാണ് ഈ പെൺകുട്ടിയുടെ ന്യായം. ആ ടാസ്കിൽ പൂർണ്ണമായിട്ടും അവർ ജയിച്ചിട്ടില്ല എന്നും ജസ്റ്റിസ് സെർവ് ചെയ്തിട്ടില്ല എന്നുമാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇത് കേട്ട രഞ്ജിനി ഹരിദാസ് കട്ടക്കലിപ്പിൽ അങ്ങോട്ട് ഇറങ്ങിയില്ലേ. നിങ്ങളോട് ചോദിച്ചതല്ലേ, എല്ലാവരുടെയും മെജോറിറ്റി മാനിച്ചിട്ടല്ലേ നമ്മൾ ആ ഒരു തീരുമാനമെടുത്തത് എന്നായിരുന്നു രഞ്ജിനി ഹരിദാസിൻ്റെ വാദം. രഞ്ജിനി ഹരിദാസിനെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ആ തീരുമാനമെടുത്തത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് വന്ന ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ആ പെൺകുട്ടി ഇത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിക്കൊരു നല്ല പ്ലസ് പോയിൻ്റ് അവിടെ വന്നേനെ. ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആളുകൾ വരെ ശ്രദ്ധിച്ചേനെ. പക്ഷെ എന്തുണ്ടായേ? സംഭവം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് ഇവിടുത്തെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളിത് കൂടുതൽ അലമ്പാക്കണ്ട എന്നാണ് രഞ്ജിനി പറയുന്നത്. നിങ്ങളിത് അലമ്പാക്കിയ ഞങ്ങൾ ഇതിലേറെ വയലൻ്റ് ആവും, അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ രഞ്ജിനി ഭയങ്കര കട്ടയ്ക്ക് പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ആ കുട്ടിയുടെ ധൈര്യം നമ്മൾ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ജഡ്ജസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര അസാമാന്യ ധൈര്യം തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും പേരുണ്ടായിട്ടും അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമായിട്ട് നമുക്ക് കൂട്ടാം. കാരണം അത്രയും വലിയൊരു ഷോ അവിടെ ഇതാണ് വേണ്ടത്. നമ്മൾ ചോദിക്കുക തന്നെ വേണം. പക്ഷെ എന്താ ഉണ്ടായത്? ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. അല്ലാണ്ട് ചോദിച്ചതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ആ സമയത്ത് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് നല്ലൊരു പ്ലസ് പോയിൻ്റായി വന്നേനെ. പക്ഷേ ആ കുട്ടി ചോദിക്കേണ്ട സമയത്തല്ല അത് ചോദിച്ചത്. എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.